പറഞ്ഞു വെക്കുകയാണ്, പഴയ നിയമത്തിൽ അതിന് തെളിവുകൾ ഉണ്ടായിരിക്കണം, പുതിയ നിയമത്തിൽ അതിന് അപ്പസ്തോലിക അടിത്തറയുണ്ടാകണം, 2 3 സാക്ഷികളുള്ളൊരു കാര്യമായിരിക്കണം. നിന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വിശ്വാസമോ സകലതും ഈ ഒരു കാര്യമായിരിക്കണമെന്ന് അപ്പസ്തോലനോട് പറഞ്ഞു വെച്ചു. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് 2 കൊരിന്തോസ് 13 അധ്യായം അതിൻ്റെ 1 വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ 1 വാക്യം വീണ്ടും ഒന്ന് വായിക്കുകയാണ്. 3 പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത്. 2 3 സാക്ഷികളുടെ മൊഴിയിന്മേൽ ഏത് കാര്യവും സ്ഥിരീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത 2 വാക്യം പറയുകയാണ്, നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എൻ്റെ 2ാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു. ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല. ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന്റെ തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഒരു കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് നമ്മൾ 2ാം വാക്യം വായിക്കുമ്പോൾ 1ാമത്തെ വാക്യം അപ്പസ്തോലൻ ഒരു അടിസ്ഥാനം ഇട്ടു, 2 3 സാക്ഷികൾ ഉണ്ടാകണം ഏത് കാര്യത്തിനും. 2ാമത്തെ കാര്യത്തിൽ അപ്പസ്തോലൻ പറയുകയാണ്, നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകി. ഞാനൊരു വാണിംഗ് തന്നിട്ടുണ്ട്, ഞാനൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം പറയുകയാണ്, എൻ്റെ 2ാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും ഞാൻ അവർക്ക് ഒരു താക്കീത് നൽകുന്നു. ഞാൻ വീണ്ടും വന്നാൽ അവന്മാരെ വെറുതെ വിടില്ല, ഞാൻ ശരിയാക്കും. ഞാൻ കൊടുക്കാനുള്ള പണിഷ്മെന്റ് ഞാൻ കൃത്യമായി കൊടുക്കും, ഒരു കോംപ്രമൈസും ഇല്ല. വിശ്വാസപരമായ കാര്യത്തിൽ തെറ്റ് ചെയ്താൽ, വിശ്വാസപരമായ കാര്യത്തിൽ തിന്മ പഠിപ്പിച്ചാൽ, പാഷണ്ഡതയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ, ക്രിസ്തീയമായ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നും ഒരുവൻ വ്യതിചലിച്ചു പോയാൽ അതിന് അപ്പസ്തോലിക പാരമ്പര്യം അനുസരിച്ച് കോംപ്രമൈസ് ഇല്ല. ഞാനത് ചൂണ്ടിക്കാണിക്കും, ഞാൻ അതിനെ തിരുത്തും, ഞാൻ അതിന് വെറുതെ വിടുകയില്ല. ഇതാരാ പറഞ്ഞത്? പറഞ്ഞേ? അപ്പസ്തോലനായ പൗലോസ് പറയുക, ഞാൻ 2ാം സന്ദർശന വേളയിൽ വന്നപ്പോൾ അത്യാവശ്യം വാണിംഗ് തന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. ഇനി വരുമ്പോഴും ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ എന്ത് ചെയ്യും? വടിയെടുത്ത് നല്ലത് പൊട്ടിക്കും. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. അപ്പം അപ്പസ്തോലൻ പറയുകയാണ്, ഈ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. കൃത്യമായി ചൂണ്ടിക്കാണിക്കും തെറ്റിനെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സാറന്മാർ, നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ ആര് തന്നെ നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നമ്മുടെ സ്വഭാവത്തിൽ ആദ്യം വരുന്ന കാര്യം എന്തായിരിക്കും? നമ്മുടെ തെറ്റ് ഇങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചാൽ നമ്മുടെ കണ്ണ് പിന്നെ പരതുന്ന കാര്യം എന്തായിരിക്കും? എന്നെ തെറ്റ് ചൂണ്ടിക്കാണിച്ചവൻ്റെ തെറ്റ് കണ്ടുപിടിക്കാനായിരിക്കും നമ്മൾ പിന്നെയുള്ള തന്ത്രപ്പാട് അതായിരിക്കും. ആരെങ്കിലും നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചു, ഓക്കെ, സ്നേഹത്തോടു കൂടി സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും, കുഴപ്പമില്ല, എൻ്റെ തെറ്റാണ്, ഞാൻ സമ്മതിച്ചു, ഓക്കെ, നമ്മൾ അംഗീകരിച്ചു. പക്ഷെ ഇത് അംഗീകരിച്ച പിറ്റേ ദിവസം തുടങ്ങി നമ്മളിങ്ങനെ നോക്കും, അവൻ ചെയ്യുന്നുണ്ടോ, ഇവൻ അത് ചെയ്യുന്നുണ്ടോ. ഓണം ആഘോഷിച്ചു, എല്ലാവന്മാരും സ്റ്റാറ്റസ് ഇട്ടു. നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ട്, ഓണം ഒരു വിജാതീയ ആചാരമാണ്, ഒരു വിജാതീയ രീതിയാണ്, യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നമ്മുടെ കൂട്ടായ്മയിൽ സ്ഥിരമായി വരികയും പ്രേക്ഷിതരായി നിൽക്കുകയും ചെയ്യുന്നവൻ പിറ്റേ ആഴ്ച അല്ലെങ്കിൽ പിറ്റേ വർഷം ഓണത്തിന് പോയി സെറ്റ് സാരി എടുത്ത് ഓണപ്പൂക്കളത്തിൻ്റെ മത്സരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. നമ്മൾ പിറ്റേ ആഴ്ച പിന്നെ അതിനെ കൊയറി കയറ്റത്തില്ല, അല്ലെങ്കിൽ പ്രേക്ഷിത വേലയ്ക്ക് കയറ്റത്തില്ല. നീ കയറണ്ട, മുഖത്ത് നോക്കി പറയും, നീ കയറണ്ട, ഒരു കോംപ്രമൈസും ഇല്ല. അപ്പം മുഖം വീർത്തു. പിറ്റേ ആഴ്ച തുടങ്ങി ലീഡറുടെ പിന്നാലെയാ, ലീഡറുടെ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ, പിന്നെ നോക്കി കിടക്കുക. അല്ലെങ്കിൽ ഇനി കൊയറിൽ നിൽക്കുന്നവളുടെ മക്കളുടെ മക്കളും വല്യപ്പനും കൊച്ചപ്പനും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പിന്നെ ഇങ്ങനെ പരതി കിടക്കുക. എവിടെയത്? ആരാണ് ഓണം ആഘോഷിക്കുന്നത്, അല്ല ആരാണ് നേർച്ചയ്ക്ക് പോകുന്നത്, സ്റ്റാറ്റസ് പിറ്റേ ദിവസം തുടങ്ങി ജമ്മത്ത് സ്റ്റാറ്റസ് കാണാത്തവൻ നോക്കിക്കൊണ്ടിരിക്കുക. ഓണം ആയിക്കുമ്പോൾ പ്രത്യേകിച്ച് നോക്കും, വിഷു വന്നാൽ പിന്നെ നോക്കും. കാരണം എന്താ? അവരുടെ തെറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു വ്യഗ്രത അവരുടെ ഉള്ളിൽ തന്നെ നിൽക്കുക. ഇനി നിങ്ങൾ 3-ാം വാക്യം വായിച്ചോ. ആ വ്യഗ്രത ആദിമ സഭയിൽ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ഇടപെടുന്നതിൽ ശ്രദ്ധിച്ചേ, ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആരായി പറയുന്നത്? പൗലോസ് അപ്പസ്തോലൻ. അതായത് പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് ദൈവത്താലാണെന്ന് അവിടെ സംശയമായി, ചോദ്യമായി. നിന്നിലൂടെ ക്രിസ്തുവാണോ സംസാരിക്കുന്നത്, ദൈവമാണോ സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് എന്താ ഉറപ്പ്, ഞങ്ങൾക്ക് എന്താ തെളിവ്, ഞങ്ങൾക്കൊരു തെളിവ് നീതാ. ആരാണ് പൗലോസിനെ അപ്പസ്തോലനായി അംഗീകരിച്ചത്?
നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അപ്പസ്തോലനായ പൗലോസ് സഭയിലേക്ക് കടന്നു വന്ന് ആദ്യം സുവിശേഷം പ്രസംഗിക്കുമ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമ്പോൾ ഈ ചോദ്യമില്ല, ഈ പ്രശ്നമില്ല, ഈ ഒരു പ്രോബ്ലം ഇല്ല, ഒരു സംശയവും ഇല്ല. എവിടെയാണ് സംശയം വരുന്നത്? എവിടെയാണ് സംശയം വന്നേ? തെറ്റ് ചൂണ്ടിക്കാണിച്ച് ശകാരിച്ച് കഴിഞ്ഞപ്പോൾ നിന്നിലൂടെ ദൈവമാണോ സംസാരിക്കുന്നത് എന്നുള്ള സംശയം ഞങ്ങൾക്ക്. അതുകൊണ്ട് നീ ആദ്യം അത് തെളിയിക്കുക. അല്ലെ, അതല്ലേ നമ്മളിവിടെ കാണുന്നത്. 3-ാം വാക്യം ഒന്നും കൂടി വായിച്ചോ, നമുക്ക് മനസ്സിലാവും. ആരെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയിന്ന് മുഖം കഴുകിയിട്ട് പോരെ. ഈ ഒരു വിഷയം ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലൊരു കാര്യമാണ്. അത് ആര് തന്നെയാണെങ്കിലും ഒന്ന് മുഖം കഴുകിയിട്ട് പോരെ. ഓക്കെ, വായിച്ചോ, 3-ാം വാക്യം വായിച്ചോ. ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. തൊട്ട് മുമ്പുള്ള വിഷയം നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് വേണം. എൻ്റെ അസാന്നിധ്യത്തിലും 2-ാം വരവിലും ഞാൻ ശാസിച്ചിട്ടുണ്ട്, വെറുതെ വിടത്തില്ല, ഒരു കോംപ്രമൈസും ഇല്ല, ഞാൻ ശകാരിക്കുക തന്നെ ചെയ്യും, പണിഷ്മെന്റ് തരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എനിക്കറിയാം നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ക്രിസ്തു തന്നെയാണോ അപ്പസ്തോലൻ സംസാരിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, പൗലോസ് അപ്പസ്തോലൻ ആദ്യം സുവിശേഷം പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോ? അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, നിന്നിൽ ക്രിസ്തുവാണെന്നൊരു ചോദ്യം ചോദിച്ചോ? ഇല്ല. എല്ലാ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ പോയി അപ്പസ്തോലനായിട്ട് തന്നെ പൗലോസിനെ സ്വീകരിച്ചു. പൗലോസിനെ കൊരിന്ത്യയിലെ അപ്പസ്തോലനായി പൂർണ്ണമായി സ്വീകരിച്ചു. 1-ാം വരവിൽ സ്വീകരിച്ചു, 2-ാം വരവിൽ സ്വീകരിച്ചു, 3-ാമത്തെ വരവ് വരാൻ പോവുക. ഞാൻ വടിയായിട്ട് വരണം എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടാണ് ഇതാ ലേഖനം എഴുതി അവസാനിപ്പിക്കുന്നത്. ഒരുപാട് നിർദ്ദേശങ്ങൾ എഴുതി ചോദിച്ച് 13-ാമത്തെ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായം 13-ാം അധ്യായം, അതോടുകൂടി 2 കൊരിന്തി ലേഖനം അവസാനിപ്പിക്കുക. ആ അവസാനം വന്നപ്പോൾ പൗലോസ് പറയുക, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിലും ചില അടക്കം പറച്ചിലും ഞാൻ കേട്ടു, ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ ഇടയിൽ തന്നെ ഞാൻ അപ്പസ്തോലനാണോ എന്ന ചോദ്യമുണ്ട്, ഞാൻ ക്രിസ്തുവിലൂടെയാണ് സംസാരിക്കുന്നത് ചോദ്യമുണ്ട്, നിങ്ങളുടെ ഇടയിൽ വിഭാഗീയ ചിന്തയുണ്ട് എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ചോദ്യത്തിൻ്റെ കാരണം തന്നെ ഞാൻ നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചതാണ്, ഞാൻ നിങ്ങളുടെ തെറ്റ് തിരുത്തിയതാണ്. ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് നമുക്ക് ഇഷ്ടമാണോ? ആണോ? നമ്മൾ സാറിൻ്റെ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട്, നമ്മുടെ മാനേജറുടെ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട്, മക്കൾ അപ്പൻ്റെ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് നടക്കും. എന്താ ഇങ്ങനെ നടക്കുന്നതിൻ്റെ കാരണം എന്താ കാരണം? നമ്മുടെ തെറ്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. തെറ്റാണ് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചവരോട് നമുക്ക് വല്ല വൈരാഗ്യമുണ്ടോ? വല്ല വിദ്വേഷമുണ്ടോ? വല്ല വെറുപ്പുണ്ടോ? പിന്നെ അവൻ്റെ തെറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം ഇവിടെ കിടക്കുക. ഇതാണ് അപ്പസ്തോലൻ അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യം വായിച്ചോ, 3-ന്റെ ബാക്കി വായിച്ചോ. ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല, ശക്തനാണ്. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ്, എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കും. അതായത് പൗലോസ് അപ്പസ്തോലൻ്റെ എല്ലാ തരത്തിലുള്ള സ്വഭാവവും ഇതല്ല, വ്യത്യസ്തമായ രീതിയിലാണ് അപ്പസ്തോലൻ തൻ്റെ സഭയോട് പെരുമാറുന്നത്. നമ്മൾ 1-2 വാക്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 2 കൊരിന്തി 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. 2 കൊരിന്തോസ് 10-ാം അധ്യായം 1-2 വാക്യം. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ ജഡീകന്മാരായി കരുതുന്ന ചിലരുണ്ട്, അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഒന്നുകൂടി വായിക്കാമോ മോനെ? 1-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചോ. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ. പൗലോസ് തന്റെ സ്വഭാവം അവർക്ക് മനസ്സിലാക്കിയ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. എന്താണ് ആ വ്യാഖ്യാനം? അടുത്തായിരിക്കുമ്പോൾ വിനീതനാണ്. പൗലോസ് അടുത്തായിരിക്കുമ്പോൾ എങ്ങനെയാണ്? ഭയങ്കര വിനീതനാണ്. എന്നാൽ അകലെ ആയിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് നിങ്ങൾ കരുതുന്ന, ഞാനല്ല, പൗലോസ് അല്ല, ആരാണ് കരുതുന്നത്? അങ്ങനെ ജനം, കൊരിന്തിയിലെ ജനം എങ്ങനെയാണ് പൗലോസിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയാണ്. അടുത്തായിരിക്കുമ്പോൾ സൗമ്യനും സ്നേഹവാനും, എന്നാൽ അകലെ ആയിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വാക്യം വായിച്ചോ. ഞങ്ങളെ ജഡീകന്മാരായി കരുതുന്ന ചിലരുണ്ട്, അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ
എന്റെ ധൈര്യം പ്രകടിപ്പിക്കുവാൻ ഇടവരുത്തരുതേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞുതരാം, അപ്പോൾ മനസ്സിലാവും. അതായത് ഈ 6 അടി ഹൈറ്റ്, ഇത്രയും കുഴപ്പമില്ലല്ലേ, ആരോഗ്യം വലിയ പ്രശ്നമൊന്നുമില്ല, ഓക്കെ, അത്യാവശ്യം ആരോഗ്യം, ഇതൊക്കെ ഉള്ള എനിക്ക് നിങ്ങളോട് സൗമ്യമായി പെരുമാറുന്നത് എൻ്റെ ബലഹീനതയായി നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് ബലഹീനതയല്ല, അത് ക്രിസ്തുവിനെ പ്രതിയുള്ള സ്നേഹമാണ്. എന്നാൽ ഒരെണ്ണം തരാൻ കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. വൃത്തികേട് കണ്ടു കഴിഞ്ഞാൽ ഒരെണ്ണം തരാൻ, കൈവീശി ഒരെണ്ണം തരാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല, അത് ചെയ്യാതിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ്. എന്നാൽ തൻ്റെ ഇടത്തോടു കൂടി തന്നെ ചെയ്യണമെങ്കിൽ ആ മുണ്ട് മടക്കി കുത്തി എന്താണെന്ന് ചോദിക്കാനുള്ള അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ആവശ്യം പോലെ. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ട് ചോദിക്കാതെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നത് എൻ്റെയും ഞങ്ങളുടെയും ബലഹീനതയായിട്ട് ആരും കരുതരുത്, അത് ക്രിസ്തുവിനെ പ്രതി മാത്രമാണ്. ഇതാണ് പൗലോസ് പറയുന്നത്. കാര്യം മനസ്സിലായോ? ഒന്നും കൂടി വായിക്കാം, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഞങ്ങളെ ജഡീകന്മാരെ കരുതുന്ന ചിലരുണ്ട്, അവര് ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം. അതായത് ആദ്യം പറഞ്ഞ ഞങ്ങളെ വിനീതരായിട്ട്, നേരിട്ടുള്ളത് ഞങ്ങളെ വിനീതനും, എന്നാൽ അകന്നിരിക്കുമ്പോൾ തൻ്റെ ഇടമുള്ളവനായിട്ടും പറയുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഞങ്ങളെ ജഡികരായി കരുതുന്ന ചിലരുണ്ട്, അവരെ ധീരമായി നേരിടാമെന്നുള്ള ആത്മവിശ്വാസമൊക്കെ എനിക്കുണ്ട്. അടുത്തു വരുമ്പോൾ എൻ്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ, അതായത് എൻ്റെ കൈയുടെ ചൂട് അറിയിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ഞാനത് ചെയ്യാതിരിക്കുന്നത് ക്രിസ്തുവിനെ പ്രതിയാണെന്ന്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ആത്മീയം മാത്രമാണ്. ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നത് ക്രിസ്തുവിനെ പ്രതി മാത്രമാണെന്ന്. ഞങ്ങൾക്കൊരു ആയുധമുണ്ട്. ആ ആയുധം എന്തുവാ? നമ്മുടെ ആയുധം വാളാണോ? നമ്മുടെ ആയുധം എന്താണ്? ദൈവവചനമാണ്. നമ്മുടെ ആയുധം സ്നേഹമാണ്. നമ്മൾ ഒരിക്കലും ജഡികരല്ല. ജഡികമായി നമ്മൾ മാൽ പ്രാക്ടീസ് നടത്താറുണ്ടോ? ഇടി കൂടാറുണ്ടോ? അടി വെക്കാറുണ്ടോ? തല്ലുണ്ടാക്കാറുണ്ടോ? ഇല്ല. ഇപ്പൊ സ്വാഭാവികമായും വിശ്വാസപരമായ കാര്യത്തിൽ നിങ്ങളൊന്ന് എടുക്കുക. ഇപ്പോ നമ്മളുടെ ചർച്ചിലോ നമ്മുടെ ചുറ്റുപാടുമോ നടക്കുന്ന വിശ്വാസപരമായ കാര്യത്തിൽ പോയി തടയാൻ നമുക്ക് കെൽപ്പില്ലാഞ്ഞിട്ടാണോ? ആണോ? അല്ല. ഇപ്പൊ ഞാൻ എൻ്റെ ഇടവക ദേവാലയത്തിൽ നടക്കുന്ന വിശ്വാസപരമായ തെറ്റിനെ തടയാൻ കെൽപ്പില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ തടഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത്, വിവരമില്ലാത്ത കാലത്ത് മുണ്ടും മടക്കി കുത്തി നടക്കില്ല, അച്ഛനല്ല കൊച്ചച്ഛനല്ല ആര് വന്നാലും നടക്കില്ല എന്ന് പറഞ്ഞൊരു കാലമുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല. ഇന്ന് നമ്മുടെ ആയുധം ദൈവവചനമാണ്. വചനം വെച്ച് നമ്മൾ പറയും ഈ ചെയ്യുന്നത് ശരിയല്ല. അല്ലാതെ കൈയൂക്കും കൊണ്ടോ കൈക്കരുത്ത് കൊണ്ടോ നമ്മൾ പോയി ഒന്നും തടയാൻ പോകുന്നില്ല. ഒരു കാര്യത്തെയും നമ്മൾ എതിർക്കാൻ പോകുന്നില്ല. അത് നമ്മുടെ ബലഹീനതയാണോ? അല്ല, നമ്മുടെ ബലഹീനതയല്ല, അത് ക്രിസ്തുവിലായതുകൊണ്ട് നമ്മളത് ചെയ്യുന്നതാണ് എന്നാണ് വ്യക്തമായിട്ട് പറയുന്നത്. 2 കൊരിന്തോസ് 12:20 മുതൽ വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഒരുപക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയവും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത്. ഞാൻ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഇടയിൽ കാണുന്നത് എന്നൊരു വലിയൊരു ടെൻഷൻ എനിക്കുണ്ട്. അതായത് എനിക്ക് വരുമ്പോൾ നല്ല രീതിയിൽ നിൽക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ വന്നാൽ ഇപ്പം നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ വീട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും, അല്ലേ? സർപ്രൈസ് ആയിട്ട് വന്നു കഴിഞ്ഞാലോ എന്തായിരിക്കും അവസ്ഥ? നല്ല രസമായിരിക്കും. തൊട്ടപ്പുറത്തെ ജംഗ്ഷനിൽ 5 മിനിറ്റ് മുമ്പെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം തട്ടിയിടണൊക്കെ കട്ടിൻ്റെ അടിയിലേക്ക് തട്ടിയിട്ട് എല്ലാ സംഭവവും മാറ്റിയിട്ട് ആ ഡ്രസ്സിൻ്റെ മീതെയൊക്കെ ഒരു കർട്ടനോ എന്തെങ്കിലും വലിച്ചിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ വൃത്തിയാക്കി കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞ രീതിയിലേക്കും. എങ്ങാനും സർപ്രൈസായിട്ട് കയറി വന്നാൽ പറയണ്ട നമ്മുടെ അവസ്ഥ. കർത്താവ് സർപ്രൈസായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മളെ വിധിക്കത്തില്ല എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയമാണ് പറയുന്നത്. വായിച്ചോ മോനെ, ആ വാക്യം വായിച്ചോ. ഒരുപക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതായത് വിനീതനായ എന്നെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്ന് പൗലോസ് പറയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ, ഞാൻ ആഗ്രഹിക്കുന്ന എന്താ? വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ, വൈരാഗ്യമില്ലാതെ, സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം പരസ്പരം കൊടുക്കുന്ന ഒരു സമൂഹമായി, സഭയായി എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ എന്നുള്ള ആകുലത എനിക്കുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ പെരുമാറുമെന്നും എനിക്കറിയില്ല. സൗമ്യമായി മാത്രം പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഞാൻ, എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നൊരു ടെൻഷനും എനിക്കുണ്ട് എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്. നമ്മൾ നേരത്തെ വായിച്ചത് 2 കൊരിന്ത്യർ 10 വായിച്ചത്.
2 കൊരിന്തി 10 അല്ലേ പറയുന്നത്? 10 അല്ലേ? ഓക്കെ, അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2 കൊരിന്തോസ് 10-ന്റെ 10 കൂടി ഒന്ന് വായിക്കാമോ? എന്തെന്നാൽ ചിലർ പറയുന്നു, അവന്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്, എന്നാൽ അവന്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലെ ശാത്തതുമാണ്. മനസ്സിലേശാത്തതുമാണ്. ഓക്കെ, അതായത് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ജനം ആര് പറയുന്നത്? എന്തെന്നാൽ ചിലർ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ കൊരിന്തിയിലുള്ള ചില ആളുകൾ പറയുകയാണ്. എന്താണ് ആ പറയുന്നത്? അവന്റെ ലേഖനങ്ങൾ ഈടുറ്റതാ. അവന്റെ ലേഖനങ്ങളൊക്കെ അടിപൊളിയാണ്, ഭയങ്കര ഈടുറ്റതാണ്. പ്രസംഗമൊക്കെ കൊള്ളാം, അല്ലെങ്കിൽ എഴുതുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അവന്റെ ശാരീരിക സാന്നിധ്യം വെറുതെയാ, കൊള്ളത്തില്ലെന്നേ. അതായത് തല്ലാനുള്ള ആരോഗ്യമൊന്നും ഇല്ലെന്ന്, തല്ലാനുള്ള ആരോഗ്യമൊന്നും അവരില്ലെന്ന്. അത് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്, ഒരടി കൊള്ളാനുള്ളതൊന്നും ഇല്ലെന്ന്. അല്ല, അങ്ങനെയല്ല വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി വായിച്ചോ, മനസ്സിലാവും. 10-ാം വാക്യം. എന്തെന്നാൽ ചിലർ പറയുന്നു, അവന്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്, എന്നാൽ അവന്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ്. അത് ശാരീരിക സാന്നിധ്യം ശക്തമൊന്നുമില്ല, അത് ശോഷിച്ച് ഈ ഉണങ്ങിപ്പിടിച്ച് ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുന്ന സാധനമാണെന്ന്. വലിയ ശക്തമൊന്നുമല്ലെന്ന്. ഇത് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ആരാ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ആരാ പറയുന്നത്? സ്വന്തം സഭയിലെ വിശ്വാസികൾ പറഞ്ഞു എന്ന് അപ്പോസ്തലൻ പറയുന്നത് അല്ലെ? കൊരിന്തിയിലെ സഭയ്ക്ക് തന്നെയല്ലേ എഴുതി പറഞ്ഞിരിക്കുന്നത്? നിങ്ങളിൽ ചിലർ പറയുന്നു. ഇതന്നെയല്ലേ 1-ാം വാക്യം പറഞ്ഞത്? അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നായിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് നിങ്ങളിൽ ചിലർ പറയുന്നു. ആ ജനത്തോട് തന്നെ പറയുന്നത്. അപ്പോസ്തലന് ആരോപണം ഏറ്റത് പുറത്തുനിന്നൊന്നുമല്ല, എവിടെ നിന്ന് കിട്ടിയേ? ആ സ്വന്തം സഭയിൽ നിന്ന്, സ്വന്തം മിനിസ്ട്രിയിൽ നിന്ന് തന്നെയാണ് എല്ലാ ആരോപണങ്ങളും, ഈ അടിയൊക്കെ കിട്ടിയത്. ഇനി നമ്മൾ വീണ്ടും കൊരിന്തി ലേഖനം 13-ന്റെ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ആ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുക. 13-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, 4-ാം വാക്യം. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിന്റെ ശക്തിയിൽ ജീവിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ്, എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ജീവിക്കും. ഈ വിഷയത്തിന് അപ്പോസ്തലൻ ഒരു ഉദാഹരണം എടുക്കുന്നത് ക്രിസ്തുവിനെയാണ്, യേശുവിനെ ഉദാഹരണം വയ്ക്കുക. അതായത് പൗലോസിന്റെ സാന്നിധ്യം അശക്തമായും ലേഖനം ശക്തമായും നിങ്ങൾക്ക് തോന്നിയതിന്റെ കാരണം എന്താണ്? അപ്പോസ്തലൻ നിങ്ങളെ സ്നേഹിക്കുകയും എന്നാൽ ലേഖനങ്ങളിലൂടെ ശകാരിക്കുകയും എന്നാൽ തെറ്റിനെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചപ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ വിഭാഗീയ ചിന്ത ഉണ്ടാകുകയും ചെയ്തതിന്റെ കാരണം എന്താണ് എന്ന് പറയാൻ അപ്പോസ്തലൻ ക്രിസ്തുവിനെ ഉദാഹരണമായിട്ട് എടുക്കുക. യേശു ശക്തനായിരുന്നോ അശക്തനായിരുന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. യേശു ശക്തനായിരുന്നോ അശക്തനായിരുന്നോ? എന്തായിരുന്നു? ശക്തനായിരുന്നു. എന്നാൽ യേശുവിന്റെ ശക്തി എവിടെയെങ്കിലും അവൻ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അവനെ ക്രൂശിക്കാൻ വരുമ്പോഴും അവനെ പിടിക്കാൻ വരുമ്പോഴും അവന് കഴിവില്ലാഞ്ഞിട്ടാണോ അവനെ പിടിച്ചത്? അല്ല. ഗെത്സമനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേകർ വന്ന്, ഒരു വലിയ പടയാളി സംഘം ആയുധങ്ങളുമായിട്ട് വന്ന് അവരെ പിടിക്കാൻ വന്നപ്പോൾ യേശു തിരിച്ചു ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ പരസ്യമായി നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ചു, ഞാൻ പരസ്യമായി നിങ്ങളുടെ ഇടയിൽ സംസാരിച്ചു, അപ്പോഴൊന്നും നിങ്ങൾ എന്നെ പിടിക്കാൻ വന്നില്ല. ഇപ്പോൾ അന്ധകാരത്തിന്റെ സമയം, നിങ്ങളുടെ സമയം, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിടിച്ചുകൊള്ളുക, അതാണ് പറയുന്നത്. എന്നാൽ യേശു അത് ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ പോലും അവര് താഴെ വീണു. കാരണം അവൻ ശക്തനായ, സർവശക്തനായ, സർവാധിപതിയായ ദൈവമാണ്. അവൻ ശക്തിയില്ലാഞ്ഞിട്ടല്ല, അവൻ അശക്തനായതുകൊണ്ടല്ല, അവൻ ബലഹീനനായതുകൊണ്ടല്ല, അവൻ തന്നെ തന്നെ വിട്ടുകൊടുത്തപ്പോൾ അവനെ പിടിച്ചു. അവിടെ പോയി നിന്ന് വിചാരണ ചെയ്യപ്പെടുമ്പോൾ, സന്നദ്ധരിംഗ് സംഘത്തിന്റെ മുൻപിൽ വിചാരണ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളോട് യേശു മറുപടി പറയുകയാണ്. എൻ്റെ മേൽ ഒരധികാരവും നിനക്കില്ല. എന്തെങ്കിലും അധികാരമുണ്ടെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇപ്പോൾ തന്ന അധികാരം കൊണ്ടാണ്, അതുകൊണ്ട് നീ വലിയ നെകളിക്കൊന്നും വേണ്ട എന്ന് പറയുക. അപ്പോൾ യേശുവിൻ്റെ മുഖത്തടിച്ചു. അപ്പോൾ യേശു ചോദിച്ചു, നീ എന്തുകൊണ്ട് എൻ്റെ മുഖത്തടിച്ചു? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ മുഖത്തടിച്ചു? ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലേ? കുറച്ചു നേരം അന്യൻ, പിന്നെ കുറച്ചു നേരം റമോ അല്ലേ? സംഭവം പെട്ടെന്ന് ട്വിസ്റ്റ് ആവുക. യേശു തന്നെ വളരെ വിനീതനായി നിൽക്കുന്നു, അപ്പോൾ തന്നെ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. യേശുവിൻ്റെ സ്വഭാവത്തിൽ ഈ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി എപ്പോഴും നമ്മൾ കാണുക. എന്താണ്? വിനീതനായി എല്ലാത്തിനെയും സഹിച്ച് സ്നേഹത്തോടെ നിൽക്കുന്നു, എന്നാൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ദേവാലയത്തിലേക്ക് കയറിയപ്പോൾ എൻ്റെ പിതാവിൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട ആ ആലയത്തെ കണ്ടുകൊണ്ട്, ആ ആലയത്തിൻ്റെ തീഷ്ണത കണ്ടുകൊണ്ട് സൈലൻ്റായി ക്ഷമിക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. ക്ഷമിക്കുന്ന സ്നേഹമാണ് അവളെ കാണുന്നത്. അല്ല, ചാട്ടവാറെടുത്തിട്ട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയം എന്നറിയപ്പെടുന്നു, അതിനെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ച് ഇറങ്ങി വന്നൊരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും.
കാരണം ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത അവനിൽ ജ്വലനമുണ്ടാക്കി. ആ ജ്വലനമാണ് അവൻ്റെ ക്യാരക്ടറിൽ ഒരു വേരിയേഷൻ വന്നു പെട്ടെന്ന്. എന്നിട്ട് യേശുവിനെ കുറിച്ച് ആ ഒരു ഉദാഹരണമാണ് പൗലോസ് അപ്പോസ്തലനോട് വെക്കുന്നത്. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു. രണ്ട് വ്യത്യസ്തത. എന്ത്? അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ അവൻ ജീവിക്കുന്നു. യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് കരുതി അവൻ അശക്തനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. യേശു കാൽവരിയിൽ എല്ലാം സഹിച്ചു എന്ന് കരുതി അവൻ ദൈവമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. യേശു സഹനങ്ങൾ ഏറ്റെടുത്തു. അവൻ്റെ താടിമീശ പറിച്ചവർക്കും ഉഴുവച്ചാൽ പോലെ അവൻ്റെ ശരീരം വിട്ടുകൊടുത്തവർക്കും അവൻ ഒന്നും ഉരിയാടാതെ ഒന്നും മിണ്ടാതെ നിന്നു എന്ന് കരുതി നിങ്ങൾ അവൻ അശക്തനാണെന്ന് വിചാരിക്കരുത്. അവൻ ശക്തനാണ്. അവൻ ശിക്ഷിക്കുന്നവൻ, അവൻ കോപിക്കുന്നവൻ, യാതൊരു കോംപ്രമൈസും ചെയ്യാത്തവനാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് അവൻ ജീവിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞു വെക്കുക. എന്നിട്ട് അടുത്ത വാക്യം, ആ വാക്യത്തിന്റെ അവസാനം വായിച്ചോ. ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ്. ആ ക്രിസ്തുവിൽ ഞങ്ങൾ എന്താണ്? ബലഹീന. ബലഹീനരാണ്. എങ്ങനെ ബലഹീനരാണ്? ഒരെണ്ണം ഇങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ തിരിച്ചങ്ങോട്ട് ഒരെണ്ണം തരാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. ഇങ്ങോട്ട് വെച്ച അതേ നാണയത്തിൽ തിരിച്ച് തരാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ക്രിസ്തുവിൽ ഞങ്ങൾ ബലഹീനരാ. കാരണം യേശു ഞങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു സ്വഭാവമേ ഉള്ളൂ. എന്ത്? ക്ഷമിക്കുക, സ്നേഹിക്കുക. ഞങ്ങൾക്ക് ഒരായുധമേ ഉള്ളൂ. എന്താണ് ആയുധം? ദൈവവചനമാകുന്ന വാളെടുത്ത് മാത്രമേ ഞങ്ങൾ ആയുധമുള്ളൂ. അല്ലാതെ കൈകൊണ്ടുള്ള ശാരീരികമായ ആയുധം ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അത് ഞങ്ങളുടെ ബലഹീനതയല്ല. അത് ക്രിസ്തുവിലാണ് ഞങ്ങൾ ബലഹീനരായിരിക്കുന്നത് എന്ന് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുക. താഴോട്ട് വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ജീവിക്കും. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് കുറച്ച് ദേഷ്യത്തോടെ പെരുമാറുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോസ്തലൻ പൗലോസ് പറയാണ്, കാർക്കശ്യത്തോടെ, കൃത്യതയോടെ, ഒരു കോംപ്രമൈസും കാണിക്കാതെ പണിഷ്മെന്റ് തന്ന് എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ ക്വാളിറ്റി അല്ല, എൻ്റെ സ്വഭാവമല്ല. അത് ആരുടെ സ്വഭാവമാണെന്ന് പറയുകയാണ്. എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ, ദൈവത്തോടുകൂടെ, ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൻ്റെ ശക്തിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതായത് അപ്പസ്തോലിന് ഒരു അധികാരമുണ്ട്, ഒരു അപ്പസ്തോലിക അധികാരമുണ്ട്. അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് കോംപ്രമൈസ് ഇല്ലെന്ന്. വടിയെടുത്തുകൊണ്ട് വരുമെന്ന്, ശിക്ഷണം നൽകുമെന്ന്, ശാസിക്കുമെന്ന്. അങ്ങനെ ശാസിക്കുമ്പോൾ നമ്മൾ അവൻ്റെ തെറ്റ്, അവൻ ഓണം ആഘോഷിക്കുന്നുണ്ടോ? അപ്പുറത്തവൻ മേലൊന്നും ചെയ്യുന്നുണ്ടോ? നമ്മളൊക്കെ സ്വഭാവം തന്നെയല്ലേ? ദൈവം നമ്മളെ കൃത്യമായി നടത്തും. ഒരു കോംപ്രമൈസും ഇല്ല. നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് ഇഷ്ടമാണോ? ആണോ? തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ തെറ്റിനെ തെറ്റായി അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. തെറ്റിനെ ന്യായീകരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം, ഏറ്റവും വലിയ തിന്മ. തെറ്റിനെ തെറ്റായി അംഗീകരിക്കാതെ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ തെറ്റിനെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ സ്വീകരിക്കുമ്പോഴാണ്, അവിടെയാണ് ക്വാളിറ്റി, ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ക്വാളിറ്റി കടന്നു വരുന്നത്. ഇതിൻ്റെ അടുത്ത വാക്യം വായിച്ചോ. 5-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരിക. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ആമേൻ. ഒരു പ്രത്യേക തരത്തിലുള്ളൊരു പരീക്ഷ അപ്പസ്തോലൻ പറയുകയാണ്. അപ്പസ്തോലനോട് 3-ാം വാക്യം പറയാണ്, നീ ക്രിസ്തുവിലാണോ സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് പരിശോധിക്കണം, ഞങ്ങൾക്ക് തെളിവ് വേണമെന്ന് പറഞ്ഞ ആ ജനത്തോട് തിരിച്ചു പറയുന്ന കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ? തിരിച്ച് ചെക്ക് വെച്ചു. പൗലോസ് ക്രിസ്തുവിലാണോ എന്നുള്ളതായിരുന്നു അവരുടെ സംശയം. പൗലോസ് ക്രിസ്തുവിലാണോ എന്ന് ഒരു ഡൗട്ട് അടിച്ചുകൊണ്ട് ജനം ചോദ്യം ചോദിച്ചപ്പോൾ അപ്പോസ്തലൻ തിരിച്ചു ചോദിക്കുക, ആദ്യം നിങ്ങൾ നിങ്ങളെ പരിശോധിക്കുക. എങ്ങനെയാണ് പരിശോധന വേണ്ടേ? നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ? നിങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിലാണോ, സത്യവിശ്വാസത്തിലാണോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ചറിയുവിൻ. ആ പരീക്ഷ എങ്ങനെയാണെന്ന് താഴോട്ട് പറയുക. നിങ്ങളെ പരീക്ഷിച്ചറിയുവിൻ, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്ത്? അടുത്ത വാക്യം വായിച്ചോ. ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു നിങ്ങളിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരാജയപ്പെട്ടു. ക്രിസ്തു ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് പരിശോധിച്ചറിയാൻ പറ്റും? യേശു എന്നിലുണ്ടോ എന്ന് എങ്ങനെ പരിശോധിച്ചറിയാൻ പറ്റും? എങ്ങനെ അറിയാൻ പറ്റും? നേരത്തെ ഷൈനി സിസ്റ്റർ എന്നെ കുറിച്ചൊരു ഉദാഹരണം പറഞ്ഞല്ലോ അല്ലേ? നിങ്ങളൊക്കെ ഇരുന്ന് ചിരിക്കുന്നത് ഞാൻ കേട്ടു, ഞാൻ കണ്ടു. ക്രിസ്തു എന്നിലുണ്ടോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് പരിശോധിച്ചറിയാൻ പറ്റും? ക്രിസ്തു എന്നിൽ ഇല്ലാത്തപ്പോൾ
പോലീസുകാരനാകട്ടെ മന്ത്രിയാകട്ടെ ആരുടെ വണ്ടിക്ക് ഞാൻ സൈഡ് കൊടുക്കത്തില്ല. ഏത് വലിയോ വന്നാലും ഞാനാണ് ഇവിടുത്തെ രാജാവ്, എൻ്റെ കാര്യം നടന്നു കഴിഞ്ഞിട്ട് നിൻ്റെ കാര്യം ഉള്ളൂ എന്നുള്ള രീതിയായിരുന്നു എൻ്റെ. ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്, ഞാൻ മുന്നോട്ട് പോയിട്ടിരുന്നത്. പക്ഷേ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാ സംവിധാനങ്ങളെയും അംഗീകരിക്കാൻ തുടങ്ങി. എല്ലാ അധികാരങ്ങളെയും, സകല അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു. റോമാലേഖനം കൃത്യമായ വചനം പറയുകയാണ്, സകല അധികാരങ്ങളും ദൈവത്തിൽ നിന്നും വരുന്നു. ഞാൻ ഈ തൃശ്ശൂർ ടോള് സാധാരണ ഞാൻ പൈസ കൊടുക്കാണ്ട് പോകാറുള്ളതാണ്. പലപ്പോഴും ബിപിൻ ബ്രദർ ഉദാഹരണം പറയും. ഞങ്ങളുടെ ഒരു സഹോദരൻ, പേര് പറയാറില്ല, ഞാനാണ് ആ വ്യക്തി, ഇപ്പം എന്തായാലും വെളിപ്പെടുത്തുക. തൃശ്ശൂർ ടോള് ഞാൻ നോക്കുമ്പോൾ ആമ്പല്ലൂർ തുടങ്ങി തൃശ്ശൂർ വരെ ഒടുക്കത്തെ ബ്ലോക്ക്. നമ്മൾ ഈ ബ്ലോക്കും കഴിഞ്ഞ് അപ്പുറത്ത് ചെന്ന് പിന്നെ അവന് 100 രൂപ അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല, എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പോൾ ഫാസ്ടാഗ് വന്നപ്പോൾ തന്നെ കട്ടാവും. പണ്ട് ഫാസ്ടാഗ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഞാൻ ടോള് കൊടുക്കില്ല. ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും വലിയ വണ്ടി ലോറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ പിടിക്കും. ഇവന്മാർ ഈ സംഭവം ഉയർത്തും, ആ ലോറി പോകുന്നതിൻ്റെ ഒപ്പം എൻ്റെ വണ്ടിയും കടന്നു പോകും. ഒരൊറ്റ കാലത്ത് ഞാൻ ടോള് കൊടുക്കാറില്ല. വർഷങ്ങളോളം ഞാൻ ഈ ടോള് കൊടുക്കാതെ മുന്നോട്ട് പോയി. നിയമലംഘനം നടത്തിയ വ്യക്തിയാണ്. നാളെ യൂട്യൂബിൽ വരുമ്പോൾ ആരെങ്കിലും പണി തരുമെന്ന് എനിക്കറിയത്തില്ല. സ്ഥിരമായി കടക്കും. ഒറ്റ പ്രാവശ്യം ഞാൻ ടോള് കൊടുക്കത്തില്ല. ഞാൻ ഇതുപോലെ ഒരു ദിവസം പ്രേരണോ എന്തോ ഒരു കാര്യത്തിന് പോയി കഴിയുമ്പോൾ ബിപിൻ ബ്രദർ ഈ റോമാലേഖനം എടുത്തിട്ട് പറഞ്ഞു, സകല അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു, അധികാരത്തെ അംഗീകരിക്കാത്തവൻ ദൈവിക സംവിധാനത്തെ എതിർക്കുന്നു. ഈ വചനം എടുത്ത് എനിക്ക് വ്യാഖ്യാനിച്ചു തന്നു. അന്ന് മുതൽ എൻ്റെ വണ്ടി ടോള് കാണുമ്പോൾ ചവിട്ടും, ടോള് കൊടുത്തു തുടങ്ങും. അതിന് മുമ്പ് ഈ സംഭവമില്ല. കാരണം എന്താ, അധികാരത്തെ ഞാൻ നോക്കുമ്പോൾ ഞാൻ ആമ്പല്ലൂർ വരെ ഈ ബ്ലോക്കിൽ കിടന്ന് ഈ കഷ്ടപ്പെട്ട് കുത്തിച്ചാടി കഴിഞ്ഞ് അപ്പുറത്ത് ചെന്ന് പിന്നെ അവന് 100 രൂപ കൊടുത്ത് ഞാൻ ഇതിലേക്ക് പാട്ടിന് പോകുന്നതെന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ ഈ ചിന്ത എപ്പോഴാണ് മാറിയത്? ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ദൈവവചനം എനിക്കൊരു ബോധ്യം നൽകി. സകല അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു, ഈ സംവിധാനം ദൈവീകമാണ്. അതുകൊണ്ട് ഈ സംവിധാനത്തെ എതിർക്കുന്നവൻ ആരെ എതിർക്കുന്നു? ക്രിസ്തുവിനെ എതിർക്കുന്നു. ഈ ബോധ്യം എനിക്ക് വന്നപ്പോൾ അന്ന് മുതൽ ടോൾ കൊടുക്കാൻ തുടങ്ങി. അപ്പം ക്രിസ്തു എന്നിൽ ഉണ്ടെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം കാണിക്കും. ക്രിസ്തു ഇല്ലെങ്കിൽ ക്രിസ്തു ഇല്ലാത്ത സ്വഭാവമായിരിക്കും നമ്മൾ കാണിക്കുക. അപ്പം കർത്താവിൻ്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലനോട് പറയുകയാണ്, നീ നിന്നെ തന്നെ പരിശോധിക്കണം. എന്ത്? ക്രിസ്തു നിന്നിലുണ്ടോ എന്ന് നീ പരിശോധിക്കണം. അങ്ങനെ ക്രിസ്തു ഉണ്ട് എന്ന് നിനക്ക് ബോധ്യമായാൽ നീ വിജയിച്ചു, നീ രക്ഷപ്പെട്ടു. ക്രിസ്തു ഇല്ലെങ്കിലോ നീ പരാജയപ്പെട്ടു, നീ തോറ്റു. അപ്പം നമ്മൾ ഇന്ന് നമ്മളൊരു പരിശോധന നടത്തുകയാണ്. നമ്മളിൽ ക്രിസ്തു ഉണ്ടോ? നമ്മളിൽ ക്രിസ്തു ഉണ്ടോ? എല്ലാ കാര്യത്തിലും ഈ പരിശോധന വേണം. എല്ലാ കാര്യത്തിലും. ഇത് ഇത്തിരി കഷ്ടപ്പാടുള്ളൊരു പരിപാടിയാണ്, ഇത്തിരി പ്രശ്നമാണ്. പല കാര്യത്തിലും നമ്മൾ തല കുനിക്കേണ്ടി വരും. പലയിടത്തും നമ്മൾ തല കുനിക്കേണ്ടി വരും. നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ മറ്റേ ബെന്നി ചേട്ടൻ ഉണ്ടല്ലോ, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്, നല്ല ശരീരമാണ്, നല്ല സെറ്റ്, നല്ല ആരോഗ്യമാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മൾ യൂത്തിൻ്റെ ഒരു ഡിസ്കഷൻ നടക്കുക. ദൈവവചനമാണ് ചർച്ച, വചനചിന്തയാണ് ചർച്ച. അപ്പം നിൽക്കുന്നത് ഒരു വലിയ പാറയുടെ അവിടെ നിന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. താഴെയാണെങ്കിൽ കടലാണ്, കടൽ വന്ന് തിരമാലയൊക്കെ അടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ചർച്ച മൂത്ത് കഴിഞ്ഞപ്പോൾ, എടാ നീ വർത്താനം പറയേണ്ട ചർച്ച ചെയ്യടാ, അല്ലെ ഞാൻ എടുത്ത് താഴേക്കിടും എന്ന് പറയാം ബെന്നിച്ചേട്ടൻ. സത്യം പറഞ്ഞാൽ ബെന്നിച്ചേട്ടൻ്റെ സ്വഭാവത്തിൽ എടുത്ത് താഴേക്കിടുകയും ചെയ്യും. പക്ഷെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ ബെന്നിച്ചേട്ടൻ അത് ചെയ്യത്തൂല. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എല്ലാവരും കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ, അതായത് പഴയ ബെന്നിയാണെങ്കിൽ, പഴയ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെങ്കിൽ സ്വഭാവം വ്യത്യാസമാണ്. ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് പേര്, എനിക്കറിയാം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഞാൻ പഴയ സ്വഭാവമാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? എല്ലാത്തിനെയും സഹിച്ചു പോവോ? എല്ലാത്തിനെയും തല കുനിച്ചു പോവോ? ഇല്ല. ചോദിക്കുന്നവനെ ചോദിച്ചും തല്ലണ്ടവനെ തല്ലിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോയ ഒത്തിരി പേരുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഗുണ്ടയായിരിക്കുന്ന ഒരുപാട് പേര് മാനസാന്തരപ്പെട്ട് ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ ആരെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മളിൽ ക്രിസ്തുവാണോ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ സ്വയം പരിശോധിച്ച് നോക്കുക. ഈ വലിയ ഗുണ്ടയുടെ കേസ് മാത്രമല്ല കേട്ടോ, ചെറിയ കാര്യത്തിൽ പോലും പരിശോധിക്കണം. വീട്ടിൽ അപ്പൻ നമ്മളെ ശകാരിച്ചപ്പോൾ, അമ്മ നമ്മെ തിരുത്തിയപ്പോൾ, മാതാപിതാക്കൾ നമ്മളെ തിരുത്തിയപ്പോൾ, ഏത് ചെറിയ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പരിശോധന ചെയ്യണം. ഈ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നിൽ ക്രിസ്തുവാണോ, എന്നിൽ ക്രിസ്തുവുണ്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരല്ല, നിങ്ങൾ ജഡികരാണ്, നിങ്ങൾ പരാജയപ്പെട്ടു, നിങ്ങൾ അവസാനിച്ചു. അതാ വാക്യം പറഞ്ഞിരിക്കുന്നത്. താഴോട്ട് വായിച്ചോ മോനെ. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത്, നിങ്ങളിൽ ക്രിസ്തു ഉണ്ടാകണേ, ക്രിസ്തുവിന്റെ പ്രവർത്തനം നിങ്ങളിൽ കടന്നു വരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. നമുക്ക് ഒരുവന്റെ പെരുമാറ്റം കണ്ടാൽ മനസ്സിലാക്കും അവനിൽ ക്രിസ്തു ഉണ്ടോ, അവന്റെ പ്രവൃത്തി ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണോ
എന്ന് കരുതി ക്രിസ്തു തെറ്റിനെ ചൂണ്ടിക്കാണിക്കാതെ മിണ്ടാതിരിക്കുമോ? ഇരിക്കുമോ? കൈയും കെട്ടി നോക്കിയിരിക്കുമോ? നമ്മുടെ മോനല്ലേ പോട്ടെ എന്ന് വിചാരിക്കുമോ? ഇല്ല. തെറ്റിനെ തെറ്റായി ചൂണ്ടിക്കാണിക്കും, തെറ്റിനെ കൃത്യമായി എടുത്ത് കാണിക്കും, അത് ശരിയല്ല എന്ന് തന്നെ കാണിക്കും. പക്ഷെ ആ ചൂണ്ടിക്കാണിക്കുമ്പോഴും ആ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒരു ക്രിസ്തീയ സ്വഭാവം ഉണ്ടാവും, അല്ലേ? അല്ലാതെ അതിനകത്ത് കോളനി സ്വഭാവം കയറി വരത്തില്ല. പെട്ടെന്ന് പഴയ മനുഷ്യൻ, അല്ലേ പ്രമോദ, നമ്മുടെ പഴയ മനുഷ്യൻ കയറി വരത്തില്ല, ആ കോളനി വരത്തില്ല, ആ പഴയ ആ സ്വഭാവമായിരിക്കില്ല. എന്ത് ചൂണ്ടിക്കാണിക്കുമ്പോഴും അതിൻ്റെ നമ്മുടെ സമര ആയുധം എന്തായിരിക്കും? ദൈവവചനമായിരിക്കും നമ്മുടെ ആയുധം. അല്ലാതെ കയ്യൂക്കും കാര്യങ്ങളായിരിക്കത്തില്ല നമ്മുടെ ആയുധം. സ്വഭാവം, വാക്കുകൾ എല്ലാത്തിലും എന്തുണ്ടാവും? ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഈ ദേവാലയം നശിപ്പിച്ച് ദൈവത്തിൻ്റെ ആലയം, എൻ്റെ പിതാവിൻ്റെ ആലയം എന്ന് പറഞ്ഞ ആ ആലയത്തിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം എരിഞ്ഞ ആ ആലയമാണ്. പഴയ നിയമ പ്രവാചകന്മാർ എത്രയോ തീഷ്ണമായിട്ടാണ് ആ ആലയത്തെ കണ്ടുകൊണ്ടിരുന്നത്. പ്രവാചകന്മാർ മുഴുവൻ നിങ്ങൾ നോക്കുക, ജെറുസലേം ദേവാലയത്തിൻ്റെ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരുവന് പോലും പ്രവേശിക്കാൻ പാടില്ലാതെ ഒരു കർട്ടൻ വെച്ച് അതിനെ മറച്ചിരിക്കുന്നു. അത്രയും വിശുദ്ധമായി അതിനെ സൂക്ഷിച്ചിരുന്നു. ഇത്രയും രീതിയിൽ അതിനെ സൂക്ഷിച്ചിട്ടും അവന്മാരത് കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റി, കച്ചവടം മാത്രമാക്കി മാറ്റി. ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കുന്നത് പോലെ തന്നെ കച്ചവടം മാത്രം ലക്ഷ്യമാക്കി മാറ്റി. കർത്താവിൻ്റെ സ്വഭാവത്തിന് കർത്താവ് എന്താ ചെയ്യണ്ടേ? ചാട്ടവാറാണ് എടുക്കണ്ടേ? സംഹാരദൂതൻ വാളെടുത്തിട്ട് വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സംഹാരദൂതൻ വാളെടുത്തിട്ട് വന്നാലോ ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് എത്ര 1,20,000 പേരെയാണ് സംഹാരദൂതൻ കളഞ്ഞത്. അപ്പം സംഹാരദൂതൻ ഇറങ്ങിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. പക്ഷെ സംഹാരദൂതനാണോ യേശുവിലൂടെ ഇറങ്ങിയത്? അല്ല, ചാട്ടവാറെടുത്ത്, വാളല്ല എടുത്തത്. വാളെടുത്തത് വചനമാകുന്ന വാളെടുത്തത്. അപ്പം ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ സ്വഭാവത്തിലായിരിക്കണം നമ്മൾ ഏത് കാര്യത്തെയും ചൂണ്ടിക്കാണിക്കുമ്പോഴും മുന്നോട്ട് വയ്ക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണോ? ആണോ? പരിശോധിച്ച് നോക്കുക. എല്ലാവരും ചോദിക്കുന്നത് എന്നോടാണ്. നീ ചെയ്യുന്നത് അങ്ങനെയാണോടാ? ആണോ? കൃപാസനത്തെ നമ്മൾ വിമർശിക്കുമ്പോൾ എങ്ങനെ വിമർശിക്കാറ്? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലാണോ വിമർശിക്കുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ വിലയിരുത്തണം, എന്നിട്ട് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം ധൈര്യമായിട്ട്. ദൈവവചനമാകുന്ന വാള് വെച്ചിട്ടാണോ നമ്മൾ ഈ കാര്യത്തെ തെറ്റ് ചൂണ്ടിക്കാണിച്ചത്? അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലാണ്. അല്ല, ദൈവവചനമാകുന്ന വാളല്ല, നമ്മളുടെ കഴിവും നമ്മളുടെ ശക്തിയുമാണോ പ്രയോഗിച്ചത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഏത് കാര്യത്തിലും ഈ ക്രിസ്തീയ സ്വഭാവമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അല്ല, ക്രിസ്തീയ സ്വഭാവമല്ല എടുക്കുന്നതെങ്കിൽ എൻ്റെ ഉള്ളിൽ ആരില്ല? ക്രിസ്തു ഇല്ല. എൻ്റെ ഉള്ളിലെ ക്രിസ്തു പരാജയപ്പെട്ടു. എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഇല്ല എന്നതിൻ്റെ യഥാർത്ഥ തെളിവാണ് എൻ്റെ പ്രവൃത്തി ക്രിസ്തുവിലാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ അപ്പസ്തലനായ പൗലോസ് ചാട്ടവാർ എടുത്തുകൊണ്ട് വന്നപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ തിരിച്ചു ചോദിച്ചു, നിന്നിൽ ക്രിസ്തു ഉണ്ടെന്ന് നീ ആദ്യം തെളിയിക്കുക. അപ്പോൾ ഇതിനു മുൻപ് അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ ചോദിച്ചില്ല, പ്രവചനങ്ങൾ പറഞ്ഞപ്പോൾ ചോദിച്ചില്ല, സംഭവിച്ചപ്പോൾ ചോദിച്ചില്ല, രോഗശാന്തി ലഭിച്ചപ്പോൾ ചോദിച്ചില്ല. ഇതൊന്നും ചെയ്തപ്പോൾ ചോദിക്കാതെ ഇപ്പോൾ വന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല. എന്താ കാരണം? അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാതെ പൗലോസിനോട് ചോദിക്കുക, നിന്നിൽ ക്രിസ്തു ഉണ്ടോ? അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി തിരിച്ചു ചോദിക്കുക, നിങ്ങളുടെ പ്രവൃത്തിയിൽ ക്രിസ്തുവാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം പരിശോധിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ 1-2 വചനം കൂടി പെട്ടെന്നൊന്ന് വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 23-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. ആമേൻ. ക്രിസ്തുവാണ് ഒരുവനെ അയക്കുന്നതെങ്കിൽ, ദൈവമാണ് ഒരുവനെ അയച്ചതെങ്കിൽ അതിലൊരു വ്യത്യാസം ഉണ്ടാകും. അതെന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയട്ടെ. യേശു നമ്മളെ എങ്ങനെ സ്നേഹിച്ചത്? അവൻ അവൻ്റെ എല്ലാം വിട്ട് നമുക്ക് തന്നു. അവസാന തുള്ളി രക്തം വരെ അവൻ തന്നു, അല്ലേ? അവസാന തുള്ളി രക്തം ആ വിലാപ്പുറത്തുണ്ടായിരുന്നു, അതുവരെ തന്നു. അതിനു വേണ്ടി തന്നെ ഒരു പടയാളിയെ നിയമിച്ചു. ആ പടയാളി അവിടെ കുത്തി, അവിടെ നിന്ന് ജലവും രക്തവും ഒഴുകി എന്നാണ് യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലും ക്രിസ്തു കൊണ്ടുപോയില്ല. അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി മറുവിലയായി തന്നവനാണ് യേശു ക്രിസ്തു. അവൻ്റെ സ്നേഹമത നമുക്ക് വേണ്ടി എല്ലാം തരുന്നവൻ, എല്ലാം വിട്ടു തരുന്നവൻ.
നമുക്ക് വേണ്ടി സകലതും വിട്ടു തരുന്നവൻ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വല്ലതും വിട്ടുകൊടുക്കാറുണ്ടോ? യേശുവാണ് എൻ്റെ ഉള്ളിലുള്ളതെങ്കിൽ, ക്രിസ്തുവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് വിട്ടുകൊടുക്കും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാകും. എത്ര പേരുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നവർ? അപ്പച്ചൻ എല്ലാ കാര്യത്തിലും കൈവക്കുക. എല്ലാം ഉണ്ട്, ഞാൻ ഒന്നിനും ഞാൻ കുറവില്ല. വിട്ടുകൊടുക്കുമോ? ഒരു പരിധി വരെ. പരിധി വിട്ടാ ഞാനായി മാറും. വിട്ടുകൊടുക്കാനുള്ളൊരു മനോഭാവം നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. റോമാലേഖനം 8-ാം അധ്യായം 9-10 വാക്യം. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡീകരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മീയരാണ്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്, ജഡികരല്ല. അപ്പൊ എൻ്റെ പ്രവൃത്തി എന്താണെന്ന് നോക്കുക. ക്രിസ്തുവിനുള്ള പ്രവൃത്തിയാണോ? ക്രിസ്തുവിലുള്ള പ്രവൃത്തിയാണോ? ക്രിസ്തുവിലാണെങ്കിൽ ഈ 2 ക്യാരക്ടർ ഉണ്ടാവും. എന്തൊക്കെയാണ് 2 ക്യാരക്ടർ? തെറ്റിനെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത അവൻ ജ്വലിക്കുകയും എന്നാൽ അവൻ സ്നേഹിക്കുകയും സ്നേഹത്തോടെ കഴിയുകയും ചെയ്യും. ഇത് കാണുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്, നിന്റെ ആത്മീയ സാന്നിധ്യം, നിന്റെ ഭൗതിക സാന്നിധ്യം അത് ഈടുറ്റൊന്നുമല്ല, എന്നാൽ നിന്റെ ലേഖനം ഭയങ്കര ഈടുറ്റതാണെന്ന് പറയുകയും ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ശാരീരികമായ കുറവുകളും ബലഹീനതകളൊക്കെ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാകും. അത് നമ്മുടെ ബലഹീനതയാണോ? അല്ല, ക്രിസ്തു എന്നിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ പുറത്ത് കാണിച്ചാൽ മാത്രം മതി എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. കൊളോസ്യ ലേഖനം 1:27 കൂടെ നമുക്ക് വായിക്കാം. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. ഇവിടെ ഒരു മർമ്മം, ഒരു രഹസ്യം, ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. അതെന്താണ്? ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ആ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. നമ്മളിലുണ്ടോ ക്രിസ്തു? എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, എന്നിൽ ക്രിസ്തു ഉണ്ട്, എൻ്റെ പ്രവർത്തിയിൽ ക്രിസ്തു ഉണ്ട്, എൻ്റെ എല്ലാ രീതിയിലും ക്രിസ്തു ഉണ്ട്? ക്രിസ്തു ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടാവും, കുഴപ്പമില്ല. ചാട്ടവാറെടുക്കുന്ന ക്രിസ്തുവിനെയും കാണാം, എന്നാൽ സ്വയം തന്നെ വിട്ടുകൊടുക്കുന്ന, സ്നേഹിക്കുന്ന, ദൈവവചനമാകുന്ന വാൾ മാത്രം എടുക്കുന്ന ക്രിസ്തുവിനെയും നമുക്ക് കാണാൻ പറ്റും. ക്രിസ്തുവിൻ്റെ സ്വഭാവം അതാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന രഹസ്യം ഇത് തന്നെയല്ല പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞത്? ഒരു പരീക്ഷ നിങ്ങൾ പരീക്ഷിക്കണം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. നമ്മൾ തുടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, എപ്പോഴാണ് നമ്മുടെ ആത്മീയ ചൂട് മാറി തണുപ്പായി മാറുന്നത്? എപ്പോഴാണ് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നത്? ആദ്യമായി ആദ്യകുർബാന സ്വീകരിക്കാൻ പോയപ്പോൾ നമുക്ക് എന്താണ് ഉണ്ടായത്? ഞാൻ യേശുവിനെ സ്വീകരിക്കാൻ പോവുകയാണ്, എൻ്റെ ഉള്ളിൽ ഇതാ യേശു കടന്നു വരാൻ പോവുകയാണ്, യേശുവിൻ്റെ കൃപ എന്നിലേക്ക് വരികാൻ പോവാണ്, യേശുവിൻ്റെ ശരീര രക്തങ്ങൾ ഞാൻ സ്വീകരിക്കാൻ പോവുകയാണ്. ഇതെല്ലാം പഠിച്ചു വരുമ്പോൾ നമുക്കൊരു ബോധ്യമുണ്ട്, ക്രിസ്തു എൻ്റെ ഉള്ളിലേക്ക് വരാണ്. ആ ചൂട് നമുക്കുണ്ടാവും. ആദ്യം സ്വീകരിച്ച ആ സ്നേഹം, തീഷ്ണത, ഇത് നമുക്ക് ആദ്യത്തെ ഒരാഴ്ച, ഒരു മാസം, കുറച്ച് കാലഘട്ടം ഉണ്ടാകും. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് പതിയെ 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 ഇല്ലാതെയാകും. അവിടെയാണ് അപ്പോസ്തലൻ പറയുന്നത്, നീ നിന്നെ തന്നെ പരിശോധിക്കുവിൻ, ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടോ എന്ന് നീ പരിശോധിച്ച് നോക്കുക. നിന്റെ പ്രവൃത്തിയിൽ, നിന്റെ സംസാരത്തിൽ, നിന്റെ സകലത്തിലും ക്രിസ്തുവിൻ്റെ മഹത്വമുണ്ടെങ്കിൽ, മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഓക്കെ, നീ വിജയിച്ചു. അല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു, പൂർണ്ണമായും പരാജയപ്പെട്ടു. പരാജയപ്പെട്ടവന് ഈ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവന് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വല്ല താല്പര്യം ഉണ്ടാവോ? സന്ധ്യാപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയും. നമ്മുടെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന എന്താണ്? എങ്ങനെയാണ്? ഒരു ചടങ്ങ് കഴിക്കുന്ന പോലെ കുറേ ചടങ്ങുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ആത്മാവ് ഉണ്ടാവത്തില്ല. ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ ജ്വലനം ഉണ്ടാകും.
ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. ഞാൻ എൻ്റെ ലൈഫിലെ ഒരു ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ, അതായത് പ്രാർത്ഥനയിലെ ആത്മീയ സാന്നിധ്യം ഇറങ്ങി വന്നത് പലപ്പോഴും ഞാൻ ചിന്തിച്ചത്, അതായത് ജോലി തിരക്കുകൊണ്ട് ഊട്ടി നടക്കുന്ന സമയം, അനങ്ങാൻ സമയമില്ലാത്ത ഒരു മേഖല, ഒറ്റ സെക്കൻഡ് പോലും നമുക്കില്ല. ഈ സെക്കൻഡ് പോലും ഇല്ലാതെ ഇങ്ങനെ ഓടി കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വന്ന് കൈ ഉയർത്തി, ചിലപ്പം നമ്മുടെ റിനോ ബ്രദറിൻ്റെ വീട്ടിലൊക്കെ വെള്ളിയാഴ്ച കൂട്ടായ്മ, യൂത്തിൻ്റെ കൂട്ടായ്മ പ്രാർത്ഥനയിലൊക്കെ വന്ന് കൈ ഉയർത്തി നിൽക്കുമ്പോൾ ആദ്യം റിനോ എന്നോട് പറയും, നീ ആരാധന നീ ലീഡ് ചെയ്യില്ലേ, അല്ലെങ്കിൽ പ്രാർത്ഥന നീ ലീഡ് ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം, ക്ഷീണിതനാണ്, 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, വർക്ക് കഴിഞ്ഞിട്ട് വരുന്നതാണ്, പ്രാർത്ഥിച്ചിട്ടില്ല, ആത്മീയ ചൈതന്യം കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്ന് വലിയാൻ നോക്കും. പക്ഷേ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഒരു ദൈവശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരും, ഒരു ദൈവകൃപ നമ്മിലേക്ക് വരും. ചിലപ്പോൾ 2 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥന നിർത്താമെന്ന് വിചാരിക്കുന്നവൻ 1 മണിക്കൂർ കഴിഞ്ഞാലും ആരാധന നിൽക്കത്തില്ല. പ്രമോദ, നമുക്ക് അനുഭവമുണ്ട്. മലയാറ്റൂര് ഞങ്ങളൊക്കെ പോയി 4-5 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ പലപ്പോഴും ചെയ്ത് മലമുകളിൽ പോയി കൂട്ടായ്മ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പോയ സമയങ്ങളിലൊക്കെ എല്ലാവരും ക്ഷീണിതരാണ്. നമുക്കൊരു 1 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരാം. ഇപ്പോൾ 10 മണിയായി, നമുക്കൊരു 11 മണിക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ശരി, 11 മണിക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒന്നും 11 മണിക്ക് വൈൻഡപ്പ് നടന്നിട്ടില്ല. അന്ന് വെളുപ്പിന് 3 മണിക്കൊക്കെ ആയിരിക്കും തിരിച്ചു വരുന്നത്. കാരണം പ്രാർത്ഥന നീണ്ടു നമ്മൾ അറിയത്തില്ല. എല്ലാവരും ഒരുമിച്ച് ഒരേ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. കാരണം അന്നത്തെ ഒരു തീഷ്ണത ശക്തമായിരുന്നു. ഇന്ന് ആ തീഷ്ണത നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കണം. ആദ്യ സ്നേഹം നമ്മളിൽ നഷ്ടപ്പെട്ടു പോയോ? നമ്മൾ തണുത്തു പോയോ? പഴയ ആ ആത്മാവിൻ്റെ ശക്തി, ആ ആത്മീയ ചൈതന്യം നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ശക്തി നമ്മളിൽ ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ? ക്രിസ്തു നമ്മളിലില്ല. ക്രിസ്തു എപ്പോഴൊക്കെയോ പോയി. ഈ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുമ്പോൾ, ദൈവാത്മാവ് വരുന്നത് നമ്മൾ അറിയും, ദൈവാത്മാവ് വരുന്നത് എങ്ങനെ അറിയുന്നേ? ശക്തമായ പ്രാർത്ഥനയും സ്തുതിപ്പും ദൈവത്തോടും ആരാധനയോടും പ്രാർത്ഥനയോടും ദൈവവചനത്തോടും എല്ലാത്തിനോടും തീഷ്ണതയായിരിക്കും. പക്ഷെ പോയി കഴിയുമ്പോൾ അറിയത്തില്ല. പിശാചിൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാ. പിശാച് വരുന്നത് ആരും അറിയില്ല, പക്ഷെ പിശാച് പോകുന്നത് ചിലപ്പോൾ അവനെ അറിയിച്ചിട്ടായിരിക്കും പോകുന്നത്. പിശാച് അവനെ തള്ളിയിട്ടിട്ട് അലമുറയിട്ട് കരഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഇതൊക്കെ നമ്മൾ വചനത്തിൽ വായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവും സാത്താൻ്റെ ആത്മാവും തമ്മിലുള്ള വ്യത്യാസം ഇതാ. യേശു നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടോ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പൂർണ്ണമായി നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, നിൻ്റെ ആത്മാവ് എന്നിലുണ്ടോ?